യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. ചേർന്നൊന്ന് പറഞ്ഞു, വിലയേറിയ വിശ്വാസം. ഉറക്കെ പറ, വിലയേറിയ വിശ്വാസം. അതേ വിലയേറിയ വിശ്വാസം. പത്രോസ് പറഞ്ഞത്, എനിക്ക് ലഭിച്ച വിശ്വാസവും നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസവും ഒന്ന് തന്നെ. എനിക്ക് വേറൊരു വിശ്വാസവും നിങ്ങൾക്ക് വേറൊരു വിശ്വാസവും അല്ല ലഭിച്ചത്. എനിക്ക് ലഭിച്ചതെന്തോ അത് തന്നെ, അത് തന്നെ. ഒരു മാറ്റവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നത്, പത്രോസ് അപ്പോസ്തലൻ ഒന്നാമത്തെ ലേഖനം എഴുതിയ അതേ കേൾവിക്കാർക്ക് വേണ്ടി തന്നെ എഴുതുന്നത്. ആസിയിൽ പലയിടത്ത് ചിതറിപ്പെട്ടു പോയ വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണ്. അവർ പലയിടങ്ങളിൽ ചിതറപ്പെട്ടു, പീഡനം മുഖാന്തരവും പല കാരണങ്ങളാലും പല ദേശത്തിൽ ചിതറപ്പെട്ടു പോയ സഭയ്ക്ക്, വിശ്വാസികളോട് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ എന്താ പറയുന്നേ, യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. 2-3 പേർക്ക് കൈ കൊടുത്ത് പറ, എൻ്റെയും നിൻ്റെ വിശ്വാസം ഒന്നാ. നമുക്ക് ലഭിച്ച വിശ്വാസം ഒന്നാ. എല്ലാവരും പറയുന്നില്ല. സഹോദരന്മാരൊന്ന് പറഞ്ഞേ, നാണൊന്നും വിചാരിക്കണ്ട. നമ്മുടെ വിശ്വാസം ഒന്നാ, ഒരേ വിശ്വാസം ലഭിച്ചേ. ഇപ്പൊ പത്രോസ് ഞാനിത് പറഞ്ഞ സമയത്ത്, ഇത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറിപ്പോയത്, പത്രോസ് നീ എന്താ പറയുന്നത്? സാധാരണക്കാരായ വിശ്വാസികളോടാണ് നീ പറയുന്നതെന്ന് ഓർക്കണം. സാധാരണക്കാരോടാണ് നീ ഇത് പറയുന്നതെന്ന് ഓർക്കണം. നിന്റെ വിശ്വാസം മുഖാന്തരം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നിന്റെ നിഴലിലൂടെ സൗഖ്യം വ്യാപരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സുന്ദരം എന്ന ദേവാലയത്തിന്റെ മുൻപിൽ നിന്നൊരു മുടന്തനെ ചാടി എഴുന്നേൽപ്പിച്ച കഥ ഞങ്ങൾക്കറിയാം. നിന്റെ പ്രസംഗത്തിൽ 1000-10,000 പേര് രക്ഷയിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കുള്ള ഇതേ വിശ്വാസം തന്നെയാണോ പലയിടത്ത് ചിതറപ്പെട്ടു പോയ ഈ സാധാരണക്കാരനുള്ളത്? പത്രോസ് പറഞ്ഞു, അത് തന്നെയാ ഉള്ളത്. ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളം പത്രോസ്, ഇത്രയെത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത പത്രോസ്, തന്നിലൂടെ ഒരുപാട് ദേശങ്ങൾ, ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ യേശുവിനെ അറിഞ്ഞു, ഒരുപാട് പേര് സൗഖ്യം പ്രാപിച്ചു, ഒരുപാട് പേര് അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിനകത്ത് കണ്ടു. പത്രോസ് ഇതേ വിശ്വാസമാണോ ഈ സാധാരണക്കാരനായ വിശ്വാസികൾക്കുള്ളത്? പത്രോസ് പറഞ്ഞു, ഇത് തന്നെ ഉള്ളത്. എനിക്ക് ലഭിച്ച അതേ വിശ്വാസം തന്നെ നിങ്ങൾക്ക് ലഭിച്ച, വ്യത്യാസമൊന്നുമില്ല. ഇന്ന് ആരോടൊക്കെ പറയാൻ കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്തൊരു നിയോഗം തരുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്ത അപ്പോസ്തലന്മാർ പറയുന്നത്, അവരുടെ അകത്ത് വ്യാപരിച്ച അതേ വിശ്വാസം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരൻ്റെ മേലും വ്യാപരിക്കുന്നത്. അവർക്ക് കഴിയുമെങ്കിൽ നമുക്കും കഴിയുമെന്നല്ലേ അർത്ഥം? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അതേ വിശ്വാസം പറഞ്ഞേ, അതേ വിശ്വാസം. അപ്പൊ പത്രോസ് പറഞ്ഞ ആ ബാക്കി ഒന്നുകൂടെ ഇട്ട മോളെ, മാറ്റല്ലേ, ആ ബാക്കി മാറ്റല്ലേ നീ. നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ, എനിക്കെന്നല്ല പറയുന്നേ, എനിക്കെന്നാണോ പറഞ്ഞേ? ഞങ്ങൾക്ക്. ആരായി ഞങ്ങള്? യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം തന്റെ ശുശ്രൂഷ വേളയിൽ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്ത, അതിനുശേഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഒരുപാട് പേരെ ലക്ഷ്യയിലേക്ക് കൊണ്ടുവന്ന അപ്പോസ്തല വൃന്ദം, ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം, അത് ലഭിച്ചവരോടാ ഞാൻ ഈ പറയുന്നേ. നിഴലിൽ സൗഖ്യമായി, റൂമാലിൽ സൗഖ്യം വ്യാപരിച്ചു. ഇവർ കാണുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറി ഓടി. എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ഏവർക്ക് ലഭിച്ച വിശ്വാസം, ഞങ്ങൾക്ക് ഏവരുടെ മേലും ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് നിങ്ങളുടെ മേലും വ്യാപരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇതാണ്, ഞങ്ങൾക്കും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും.
ഞങ്ങളാൽ അത്ഭുതം, ഞങ്ങളിലൂടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളിലൂടെയും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഇന്ന് ഈ ജൂൺ മാസം ആരോടൊക്കെ പ്രവചിച്ച് പറയാൻ പറയുന്നു. ജൂൺ മാസം ആരോട് അങ്ങനെ പറയാൻ കർത്താവിൻ്റെ അടുത്ത് പറയുന്നു. ഒരു കാലഘട്ടത്തിലെ അപ്പോസ്തല വൃന്ദങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മേൽ വ്യാപരിച്ച വിശ്വാസം തന്നെ നിങ്ങളുടെ മേൽ വ്യാപരിച്ചത്. ഞങ്ങളിലൂടെ അത്ഭുതം കാണാൻ കഴിഞ്ഞെങ്കിൽ, ഞങ്ങളിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളിലൂടെയും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഈ ഒരു സീസണിൽ കർത്താവ് ഇങ്ങനെ ഒരു തലമുറയുടെ എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ. എവിടേക്കോ ഏതൊക്കെയോ ദേശങ്ങളിൽ, ഏതൊക്കെയോ പട്ടണങ്ങളിൽ, ഏതൊക്കെയോ ഗ്രാമങ്ങളിൽ ആമേൻ 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 അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീരപ്രവൃത്തിയുടെ കലവറകൾ തുറന്നുവിടാൻ. ഇത് പറയുമ്പോൾ ഭയങ്കര അഭിഷേകം ചലിക്കുന്നതിൻ്റെ ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. വിശ്വാസം ഒന്ന് തന്നെ. അങ്ങനെയെങ്കിൽ നിന്നെ കൊണ്ട് കഴിയുന്നേ. ഇന്ന് കഴിയുമെന്ന് പറയാൻ പറയുന്നു. നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ പറയുന്നു. നിന്റെ നിഴലിലും സൗഖ്യം വ്യാപരിക്കാൻ കഴിയും. നിന്റെ റൂമാലിലും സൗഖ്യം വ്യാപരിക്കാൻ കഴിയും. ആമേൻ. നിന്റെ നോട്ടത്തിലും അത്ഭുതങ്ങൾ നടക്കാൻ കഴിയും. നിന്നെ കൊണ്ട് കഴിയും. ആരോടൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറയുന്നല്ലോ, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ പറയുന്നു. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും. ഈ സാഹചര്യത്തിൽ നിനക്ക് ഒരു എഴുന്നേൽപ്പുണ്ടെന്ന് പറയാൻ പറയുന്നല്ലോ. നിന്നെ കൊണ്ട് കഴിയുമെന്ന് പറയാൻ. ചിലർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല, ചിലർക്ക് വേണ്ടി മാത്രം കഴിയുന്നതല്ല. വിശ്വാസം ഒന്നാണെങ്കിൽ നിന്നെ കൊണ്ടും കഴിയും. രണ്ടുപേരെ തട്ടിയൊന്ന് പ്രവചിച്ചു പറഞ്ഞ്, നിന്നെ കൊണ്ട് കഴിയും. ആമേൻ. നിന്നെ കൊണ്ട് പറ്റും. ആമേൻ. നിന്നെ കൊണ്ടും കഴിയും. ആമേൻ. കാരണം വ്യാപരിക്കുന്ന വിശ്വാസം ഒന്ന് തന്നെ. ഇതുപോലെ പൗലോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്. കൊരിന്ത്യരിലാണ് പൗലോസ് പറഞ്ഞത്. 2 കൊരിന്ത്യരിൽ 4:13 പൗലോസ് പറഞ്ഞത് ഈ എന്താ പറയുന്നേ, ഞങ്ങൾക്കുള്ള ഈ അതുകൊണ്ട് വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ. മുന്നേ വാക്യം ഒന്ന് ഇടാവോ? 4:13. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ. പറഞ്ഞ വിശ്വാസത്തിന്റെ അതേ ആത്മാവ്. വ്യത്യാസമൊന്നുമില്ല, ബ്രാൻഡ് മാറിയിട്ടൊന്നുമില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ബ്രാൻഡ് മാറിയിട്ടൊന്നുമില്ല. അതേ ആത്മാവാ തന്നെ. അതേ വിശ്വാസമാണ് ഞങ്ങളുടെ മേലും വ്യാപരിക്കുന്നേ. പൗലോസ് കൊരിന്ത്യർക്ക് പറയുകയാണ്, എൻ്റെ മേൽ വ്യാപരിക്കുന്ന അതേ വിശ്വാസത്തിന്റെ ആത്മാവ്. അതിൻ്റെ അർത്ഥം എൻ്റെ മേൽ അതേ വിശ്വാസമാണ്, നിങ്ങളുടെ മേലും അതേ വിശ്വാസം തന്നെയാണ്. പൗലോസ് ഇതാരെ പറ്റിയാ പറയുന്നതെന്ന് അറിയാമോ? പൗലോസ് പറയുന്നത് പഴയ നിയമത്തെ ഭൃത്യന്മാരെ പറ്റിയ, അഭിഷക്തന്മാരെ പറ്റിയ, വിശ്വാസത്തിന്റെ വീരന്മാരെ പറ്റിയ. വിശ്വാസത്താൽ അവർ ഒരുപാട് അത്ഭുതം ചെയ്തവരാണ്. ചെങ്കടലിനെ പുലർത്തിയവരാണ്. കർമ്മേലിന്റെ പർവ്വതത്തിന്റെ മുകളിൽ ആകാശത്തുനിന്ന് തീയിറക്കിയവരാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളുടെ വലിയൊരു നീണ്ട പട്ടിക തന്നെ, നീണ്ട പരമ്പര തന്നെ ചെയ്തവരാണ്. അവരുടെ അകത്ത് വ്യാപരിച്ച അതേ വിശ്വാസത്തിന്റെ ആത്മാവാണ് ഞങ്ങളുടെ മേലുള്ളത്. ആമേൻ. പറഞ്ഞ അതേ വിശ്വാസത്തിന്റെ ആത്മാവ്. വിശ്വാസത്തിന് മാറ്റമൊന്നുമില്ല. അവരുടെ അകത്ത് വ്യാപരിച്ചത് തന്നെയാണ് എൻ്റെ മേലും തന്നത്. മോശയുടെ മേൽ ഉണ്ടായ അതേ വിശ്വാസത്തിന്റെ ആത്മാവ് തന്നെയാണ് എൻ്റെ മേലുള്ളത്. അതേ വിശ്വാസം തന്നെയാണ്. അതേ വിശ്വാസം. അപ്പൊ എൻ്റെ ചോദ്യം, പത്രോസ് നീ പറയുന്നു അതേ വിശ്വാസമാണെന്ന്. നിന്റെ മേൽ വ്യാപരിച്ച അതേ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളതെന്ന് നീ പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളുടെ നിഴലിൽ സൗഖ്യം വ്യാപരിക്കുന്നില്ല? മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഞങ്ങൾ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നില്ല? ഞങ്ങൾ വടി നീട്ടുമ്പോൾ എന്തുകൊണ്ട് ചെങ്കടൽ പിളരുന്നില്ല? അപ്പൊ അതിന്റെ അർത്ഥം എവിടെയോ നമ്മൾക്ക് ഈ വിശ്വാസം ഉപയോഗിക്കാൻ അറിയുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ? എവിടെയോ പത്രോസും പൗലോസും പഴയ നിയമ ഭൃത്യന്മാരും അഭിഷക്തന്മാരും വിശ്വാസവീരന്മാരും ഉപയോഗിച്ചതുപോലെയല്ല ഈ വിശ്വാസം ഞാൻ ഉപയോഗിക്കുന്നത്.
നമ്മുടെ ജീവിതത്തെ വിശ്വാസ ജീവിതം എന്നല്ലേ പറയുന്നേ? ആണോ? ക്രിസ്ത്യൻ ജീവിതം എന്താണ്? വിശ്വാസ ജീവിതമാണ്. വിശ്വാസത്തിൽ ജീവിക്കേണ്ട ജീവിതമാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവികതയെ മാനവികതയിലൂടെ വെളിപ്പെടുത്തുന്നതിനെയാണ് ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഡിവിനിറ്റി എക്സ്പ്രസ്ഡ് ത്രൂ ഹ്യൂമാനിറ്റി. ഇതാണ് എന്താ വിശ്വാസ ജീവിതം. അതായത് അസാധാരണമായത് സാധാരണക്കാരനിലൂടെ വെളിപ്പെടുന്നതിനെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ആണോ? നിന്റെയും എന്റെയും വിശ്വാസം ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാ പത്രോസ് എന്റെ നിഴലിൽ സൗഖ്യമില്ലാത്ത? കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എവിടെയോ അവരുപയോഗിച്ചതുപോലെ അല്ല നമ്മൾ വിശ്വാസം ഉപയോഗിക്കുന്നേ. എവിടെയോ വിശ്വാസം ഉപയോഗിക്കുന്നതിനകത്ത് എവിടെയോ ഒരു വ്യത്യസ്തതയുണ്ട്. അവരുപയോഗിച്ച് അവർക്ക് വലിയ വിശ്വാസം ഉള്ളത് കൊണ്ടോ അവരുടെ വിശ്വാസം വേറെ ബ്രാൻഡ് ആയതുകൊണ്ടോ പ്രത്യേകമായ വിശ്വാസം അവരുടെ മേൽ പകർന്നതോ കൊണ്ടല്ല അവർ അത്ഭുതം ചെയ്തേ. അതുകൊണ്ടല്ല പ്രശ്നങ്ങളെ അവർ മറികടന്നേ. അതുകൊണ്ടല്ല ഈ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തേ. വിശ്വാസം ഒന്ന് തന്നെയാ. പക്ഷെ എവിടെയോ അവർക്ക് വിശ്വാസം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയായിരുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ. ഞങ്ങൾക്ക് ലഭിച്ചതാ, ഉണ്ടായതല്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടായതല്ല, നിങ്ങൾക്ക് ലഭിച്ചതാണ്. നമുക്ക് ലഭിച്ചതാണ്. നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ കോൺഫിഡൻസ്, ആത്മവിശ്വാസമായി നമ്മൾ ഈ താരതമ്യം ചെയ്യാറുണ്ട്. കോൺഫിഡൻസും ഫെയ്ത്തും രണ്ടാണ്, ഒന്നല്ല. എൻ്റെ കൂടെ ഉണ്ടോ? ആത്മവിശ്വാസം, ചിലർക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്ത് എന്തുണ്ടാവും? ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ എന്തുണ്ടാവും? ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷെ അതാണ് ബൈബിളിലെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കരുത്. ബൈബിളിലെ വിശ്വാസം ഞങ്ങൾക്ക് ലഭിച്ചതാ, നമുക്ക് തന്നതാ. ആരാ തന്നേ? യേശുക്രിസ്തു തന്നേ. വിശ്വാസത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ തന്നെയാണ് ആ വിശ്വാസം ഞങ്ങളെ ഏൽപ്പിച്ചേ. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജയിച്ചവൻ തന്നെ ഈ വിശ്വാസം ഞങ്ങൾക്ക് തന്നേ. തെളിയപ്പെടാത്തൊരായുധമല്ല ഞങ്ങളുടെ കയ്യിൽ ദൈവം തന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? തെളിയിക്കാത്തൊരായുധമല്ല ഞങ്ങളുടെ മേൽ ഏൽപ്പിച്ചത്. 33.5 വർഷം ഈ ഭൂമിയിൽ വന്നവൻ തെളിയിച്ച് കാണിച്ചു. ഈ വിശ്വാസത്തിന്റെ ആയുധം അവൻ തെളിയിച്ചിട്ട് ഞങ്ങളുടെ മേൽ അത് തന്നത്. എങ്കിൽ അവന് കഴിയുമെങ്കിൽ ഞങ്ങൾക്കും കഴിയും. അവൻ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും കഴിയും. അവന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കും കഴിയും. എനിക്ക് പറ്റുമെന്ന് പറ. എനിക്ക് കഴിയുമെന്ന് പറ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധി, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും ഈ ചോദ്യത്തിൻ്റെ മുൻപിലാണ് നമ്മളും പരാജയപ്പെട്ടു പോകുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലേ? പ്രശ്നമില്ലാത്തവരാണോ? എനിക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രശ്നമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് കാണട്ടെ, പ്രശ്നമുള്ളവരുടെ കയ്യിൽ നിന്ന് കാണട്ടെ. ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കാണും. പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം ഇല്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും പറയാറുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എന്നെ കൊണ്ട് ഇത് പറ്റുമോ? എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ഈ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഈ പ്രശ്നങ്ങളെ തരണം ചെയ്താൽ എന്നെ കൊണ്ട് പറ്റുമോ? ഈ ക്യാൻസറിനെ സൗഖ്യമാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? മരിച്ചവനെ ഉയർപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ?
ഇങ്ങനെ ചോദിക്കുന്നവരല്ലേ നമ്മൾ? ആണോ? ആണോ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ? നമ്മൾ പലപ്പോഴും താരതമ്യം ചെയ്യുന്ന നമ്മളെ മുൻപിലെ വെല്ലുവിളികളും നമ്മളുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. എന്നെ കൊണ്ടോ, എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ പൈസ കൊണ്ടോ, എൻ്റെ പണം കൊണ്ടോ, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ, എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടോ ഇത് പറ്റുമോ? പലപ്പോഴും അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമ്മളുടെ മറുപടി ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ പർവ്വതം എന്ന് പറയുന്നത് നമ്മളെക്കാളും ഒരുപാട് ഉയരത്തിലായിരിക്കും. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ എവിടെയെങ്കിലും വിശ്വാസം നിങ്ങൾക്ക് ഉപയോഗിക്കണം, അപ്പോസ്തലന്മാരും വിശ്വാസ വീരന്മാരും ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ പറയും, ഈ ചോദ്യം നമ്മൾ ചോദിക്കരുത്. എൻ്റെ കൂടെ ഉണ്ടോ? ഈ ചോദ്യം പറ. വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനൊരു ചോദ്യം ഇല്ല. എന്നെ കേൾക്കുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിനകത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കരുത്, ഇങ്ങനൊരു ചോദ്യം ഇല്ല. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ ദൈവത്തിന് ഇത് പറ്റുമെന്നായിരിക്കണം. എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എൻ്റെ ദൈവത്താൽ പറ്റുമോ? എൻ്റെ ദൈവത്താൽ ഇത് കഴിയുമോ? ഇന്ന് ആരോടൊക്കെ ചോദിക്കാൻ പറയുന്നല്ലോ. ഈ ജൂൺ മാസം പ്രാരംഭത്തിൽ ആരൊക്കെ പ്രശ്നങ്ങളുടെ വലിയ ലിസ്റ്റുമായിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ടെങ്കിൽ നിന്നോട് പറയാൻ കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നു, ചോദിക്കേണ്ട ചോദ്യം എന്നെ കൊണ്ട് പറ്റുമോ എന്നല്ല, എൻ്റെ ദൈവത്താൽ. അഖരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഇന്ന് കരമുയർത്തി ഒന്ന് പറ, എൻ്റെ ദൈവത്താൽ ഇത് പറ്റുമെന്ന് ചോദിക്കുക. എൻ്റെ ദൈവത്താൽ ഇത് കഴിയുമെന്ന് ചോദിക്കുക. നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളോട് നീ പറയേണ്ടത് എന്നെ കൊണ്ട് പറ്റുമോ എന്നല്ല. നീ അവിടെ ചോദിക്കേണ്ട ചോദ്യം എന്നെ കൊണ്ട് പറ്റുമോ എന്നല്ല. ഇന്ന് അവിടെ നിന്ന് ചോദിക്കേണ്ടത് എൻ്റെ ദൈവത്തെ കൊണ്ട് ഇത് കഴിയുമോ? നിന്റെ ദൈവത്തെ കൊണ്ട് ഇത് കഴിയുമോ? എൻ്റെ ദൈവത്തെ കൊണ്ട് ഈ പർവ്വതം എനിക്ക് മറികടക്കാൻ കഴിയുമോ? ആമേൻ. ഇന്ന് കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നു, ഈ ചോദ്യത്തിന് ഉത്തരമായി ഈ ജൂൺ മാസം പ്രാരംഭത്തിൽ തന്നെ ആരുടെയൊക്കെ ലൈഫിനകത്ത് കർത്താവ് വരുന്നു എന്ന് പറയാൻ പറയുന്നു. ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി. ഇത് പറയുമ്പോൾ ഭയങ്കര അഭിഷേകം ഇവിടെ ചലിക്കുന്നത് എനിക്കറിയാം. നിന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിക്കുന്ന സീസൺ ഈ നിന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കുന്ന സീസൺ, നിന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിക്കുന്ന. ഇന്ന് ആരോടൊക്കെ പറയാൻ പറയുന്നു, നിന്നെ കൊണ്ട് കഴിയത്തില്ലായിരിക്കാം, പക്ഷെ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും, നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, നിന്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവത്തിന് പറ്റും. ഈ ജൂൺ മാസം വിശ്വസിക്കുക. ജൂൺ മാസം തീരുന്നതിന് മുമ്പേ ആരുടെയൊക്കെ ലൈഫിനകത്ത് ദൈവം ഇത് തെളിയിക്കാൻ പോകുക. നിന്നെ കൊണ്ട് പറ്റും. മരിച്ചവനെ ഉയർപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയും. ക്യാൻസറിനെ സൗഖ്യമാക്കാൻ നിന്നെ കൊണ്ട് പറ്റും. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിക്കും. ഇമാൻ പ്രവചിക്കുകയാണ്, വരുന്ന 15 ദിവസത്തിനകം വ്യക്തമായ അടയാളങ്ങളോടുകൂടെ ചിലതിന്റെ ലൈഫിനകത്ത് ദൈവം തെളിയിക്കും എന്ന് പറയാൻ പറയും. ഇന്ന് ആത്മാവിൽ ഇതിനെ സ്വീകരിക്കുക. തൊടുന്നല്ലോ ചിലതിനെ കർത്താവ്, ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നല്ലോ. നിന്നെ കൊണ്ട് പറ്റും. എന്തുകൊണ്ടെന്നറിയാമോ? കാരണം എൻ്റെ ദൈവത്തിന് ഇത് കഴിയും. എൻ്റെ ദൈവത്തിന് ഇത് കഴിയുമെങ്കിൽ നിനക്കും കഴിയും. നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പോയി എനിക്ക് കാണാം. ഏഞ്ചൽസോട് ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം. സ്വർഗദൂതന്മാർ ഇവിടെ ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം. ആരാ ഇതിന് പിടിയുന്നേ? ആരാ ഇതിന് ആമേൻ പറയുന്നേ? നിന്നെ കൊണ്ട് ഈ പ്രശ്നം തരണം ചെയ്യാൻ കഴിയും. നിന്നെ കൊണ്ട് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും. ഈ പർവ്വതങ്ങളെ മറികടക്കാൻ കഴിയും. എന്തുകൊണ്ട്? എന്റെ ദൈവത്തിന് കഴിയും.
Hey, 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 hey. Las katalka mara chaila mase chaila madala bus le katala ma shatala. നീ ചോദിക്കേണ്ട ചോദ്യം എന്നെ കൊണ്ട് എക്സാം പാസ്സാകാൻ കഴിയുമോ എന്നല്ല, എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നല്ല, എനിക്ക് ജോലി ലഭിക്കാൻ കഴിയുമോ എന്നല്ല, എനിക്ക് ഇന്റർവ്യൂ പാസ്സാകാൻ കഴിയുമോ എന്നല്ല, എനിക്ക് മരിച്ചുപോയി ഉയർപ്പിക്കാൻ കഴിയുമോ എന്നല്ല, എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുമോ എന്നല്ല, എന്റെ ദൈവത്താൽ കഴിയുമോ എന്ന ചോദ്യം നീ ചോദിക്കുക. അടുത്ത മൊമെന്റ് അവൻ നിന്റെ ലൈഫിൽ ഇറങ്ങി വരും. ഇതിന് മറുപടിയായി, ഇതിന് ഉത്തരമായി ലേഖേ ചൈല സചരബാഷി. Oh. Hey, shaka malate. പലപ്പോഴും ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഉത്തരം എന്താണെന്നറിയോ, എന്നെ കൊണ്ട് പറ്റില്ല. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഇതിനെ മറികടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ. കർത്താവ് പറഞ്ഞു, നിന്റെ ചോദ്യമേ ശരിയല്ല, നിന്റെ ചോദ്യം കറക്റ്റല്ല. നീ ചോദിക്കേണ്ട ചോദ്യം നിന്നെ കൊണ്ട് പറ്റൂന്നല്ല, നിന്നെ വിളിച്ച നിന്റെ ദൈവത്തിന് പറ്റുമെന്നാ നീ ചോദിക്കണ്ടേ. എന്റെ ദൈവത്താൽ കഴിയുമെങ്കിൽ എന്നെ കൊണ്ടും കഴിയും. എന്റെ ദൈവത്തിന് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. വിശ്വാസം ഒന്ന് തന്നെ, പക്ഷെ എവിടെയോ ഇത് അപ്ലൈ ചെയ്യാൻ അറിയാതെ ഒരുപാട് നാള് പ്രതിസന്ധികളിൽ പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇനിയില്ല, ഈ സീസണിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അവർക്ക് കഴിഞ്ഞതിനും അപ്പുറത്ത് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വീരപ്രവർത്തിയുടെ പരമ്പരയെ തുറന്നു വിടാൻ നമ്മുടെ പ്രശ്നം ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെയും നമ്മളുമായി താരതമ്യം ചെയ്യും, നമ്മുടെ കഴിവുമായി താരതമ്യം ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഈ പരിഹാസത്തിന്റെ നടുവിൽ എനിക്ക് നിൽക്കാൻ കഴിയുമോ? കഴിയില്ല. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എനിക്ക് കഴിയുമോ? ഇല്ല, കഴിയില്ല. ചോദ്യം മാറ്റിയാൽ മതി, ചോദ്യം മാറ്റിയാൽ മതി. എൻ്റെ ദൈവത്താൽ കഴിയുമോ? എൻ്റെ ദൈവത്താൽ കഴിയുമെങ്കിൽ എന്നെ കൊണ്ടും പറ്റും. ഈ ചോദ്യം ചോദിക്കുമ്പം തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളല്ലാതായി മാറും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി അല്ലാതായി മാറും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ നീയുമായിട്ടല്ല താരതമ്യം ചെയ്യുന്നേ. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളെയും ദൈവമായിട്ടാണ് നീ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നേ. എന്നെ കൊണ്ട് അസാധ്യമാണ്, എന്നെ കൊണ്ട് കഴിയില്ല. എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ ദൈവത്താൽ കഴിയുമെന്നാണ്. എൻ്റെ ദൈവത്താൽ കഴിയുമോ? ഇത് ചോദിക്കുന്ന നിമിഷം തന്നെ നമ്മുടെ വെല്ലുവിളികളൊന്നും വെല്ലുവിളികളായി നമുക്ക് തോന്നത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ശരിയാണ്, ക്യാൻസർ ഒരു വലിയ പർവ്വതമാണ്, കടഭാരം ഒരു വലിയ പർവ്വതമാണ്, രോഗം ഒരു വലിയ പർവ്വതമാണ്, ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി ഒരു വലിയ പർവ്വതമാണ്. പക്ഷെ ദൈവത്തിനത് വലിയ പർവ്വതമാണോ എന്ന് നീ ചോദിക്കണം. ദൈവത്തിനതൊരു പർവ്വതമാണോ എന്ന് ചോദിക്കണം.
നിന്റെ മുമ്പിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളൊന്നും ദൈവത്തിന് മുമ്പിൽ പർവ്വതങ്ങളില്ല. അവന്റെ മുമ്പിൽ ചെറിയ ചെറിയ ഉരുളങ്കല്ലുകളാകില്ല. അവന്റെ മുമ്പിൽ ഈ കൊച്ചു പിള്ളേർ കോട്ടി കളിക്കത്തില്ലേ, അതുപോലെ ഗോലികളാ. അവനിതൊരു പർവ്വതമൊന്നും അല്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, മെയ് മാസം വരെ നിന്റെ ജീവിതത്തിനകത്ത് ഉയർന്നു നിന്ന പർവ്വതം ജൂൺ മാസം ചെറിയ ചെറിയ കല്ലുകളാക്കി ദൈവം മാറ്റും, ചെറിയ ചെറിയ ഗോലികളാക്കി ദൈവം മാറ്റും. ഇതാരായി ഇതിനെ പിടിക്കുന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ ദൂത് പറയുമ്പോൾ എനിക്കറിയാം ഏതൊക്കെ കുടുംബത്തിനകത്ത് ഉയർന്നു നിന്ന വെല്ലുവിളികളെ ദൈവം ഈ സീസണിൽ മാറ്റുകയാണ്. ചിലരുടെ ലൈഫിനകത്ത് ഉയർന്നു നിന്ന വെല്ലുവിളികൾ അല്ലാതാക്കി ദൈവം മാറ്റുക. ഓ, ഇത് പറയുമ്പോൾ ചിലതിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നല്ലോ. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാൾ വരെ ഉയർന്നു നിന്ന പർവ്വതം അത് പർവ്വതമല്ലേ, അതൊരു പർവ്വതമല്ല. ഈ ദൂതൊരു തലമുറ എഴുന്നേൽപ്പിക്കുന്നല്ലോ, ഈ ദൂതൊരു തലമുറ എഴുന്നേൽപ്പിക്കുന്നല്ലോ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, അടുത്ത 15 ദിവസത്തിനകം നിന്റെ മുൻപിൽ ഉയർന്നു നിന്ന പർവ്വതങ്ങളെ ദൈവം മാറ്റുകയാണ്. ഇനി പ്രശ്നങ്ങൾക്ക് നിന്റെ മുൻപിൽ പർവ്വതമായി നിൽക്കാൻ കഴിയില്ല. ഇനി പ്രതിസന്ധിക്ക് നിന്റെ മുൻപിൽ പർവ്വതമായി നിൽക്കാൻ കഴിയില്ല. പർവ്വതങ്ങളെ കാഴ്ചവിടില്ല. ഇന്ന് രാവിലെ ആരൊക്കെയോ ചില പർവ്വതങ്ങളെ കാഴ്ചവിടില്ല. അടക്കടക്ക പിടിച്ചടക്ക. ഈ ചോദ്യം ചോദിക്കണം, എന്റെ ദൈവത്താൽ കഴിയുമോ? Can I do it? എന്നല്ല, can God do it? ഈ ചോദ്യം ചോദിച്ചാൽ നിന്റെ മുൻപിൽ ഇത്ര നാളും വലിപ്പമായി നിന്ന പർവ്വതങ്ങൾ ഉയരം കുറയും, അത് ഉയരമില്ലാതായി മാറും, അതിന് വലിപ്പമില്ലാതായി മാറും. ഇന്ന് ആരൊക്കെ കർത്താവ് പറയുന്നു, നിന്റെ പേടിയ ദൈവം വലിപ്പമില്ലാതാക്കാൻ മാറ്റാൻ പോകുക. നിന്റെ പ്രശ്നങ്ങൾ വലിപ്പമില്ലാതാക്കി മാറ്റാൻ പോകുക. വിശ്വസിക്ക്, വീണ്ടും പ്രവചിക്കുന്നു, മെയ് മാസം വരെ ചിലരുടെ ലൈഫിനകത്ത് എഴുന്നേറ്റ് നിന്ന ചില പ്രതിസന്ധി ജൂൺ മാസം കാൽ കീഴിൽ ഈ ചോദ്യം ചോദിക്കുന്നിടം വരെ ഉള്ളൂ പർവ്വതത്തിന് വലിപ്പം. ഈ ചോദ്യം ചോദിക്കുന്നിടം വരെ ഉള്ളൂ പർവ്വതത്തിന് ഉയരം. ഈ ചോദ്യം ചോദിച്ചാണ്ടല്ലോ നിനക്ക് കാണാൻ കഴിയും നിന്റെ മുൻപിൽ ഇത്രയും നാൾ എഴുന്നേറ്റ് നിന്ന പർവ്വതത്തിന്റെ ഉയരം കുറയുന്നത്, ഇതിന്റെ വലിപ്പം കുറയുന്നത്. ഇത് നിങ്ങൾ എഴുതിയിട്ടോ?
ഈ ജൂൺ മാസത്തിനകം ചില വെല്ലുവിളി അല്ലാതെ ആക്കി മാറ്റാൻ പോകുക ദൈവം. നിന്റെ പേടി എന്റെ ദൈവം എടുക്കുക. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പേടി ഇന്ന് രാവിലെ എന്റെ ദൈവം എടുക്കുക. ഇതെന്റെ ദൈവത്തിന്റെ മുൻപിൽ പർവ്വതമല്ലെങ്കിൽ എന്റെ മുൻപിൽ പർവ്വതമല്ല. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെക്സ് മാറുക, നമ്മുടെ കണ്ണാടി മാറുക. ഞാൻ ഇപ്പൊ കണ്ണാടി ഊരി, എനിക്ക് ദൂരക്കാഴ്ചയില്ല, കുറവാണ്, ഉണ്ട്. ഈ കണ്ണാടി ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുറകെ നിൽക്കുന്ന ടോണിയുടെ വലിപ്പം അളക്കാൻ കഴിയില്ല. എനിക്കിവിടെ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ടോണിയുടെ യാഥാർത്ഥികമായ വലിപ്പത്തെക്കാൾ കൂടുതലായിരിക്കും ഞാൻ കാണുന്നേ. എൻ്റെ കൂടെ ഉണ്ടോ? ചിലപ്പോൾ എനിക്ക് കൂടിയും കുറഞ്ഞും കാണും, എനിക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷെ എൻ്റെ ദൈവത്താൽ ഇത് കഴിയുമെന്ന് ചോദിക്കണം. ചോദിക്കുമ്പോണ്ടല്ലോ നിന്റെ സ്പെക്സ് മാറുകയാണ്. എന്തുകൊണ്ട് എനിക്ക് ടോണിയെ കാണാൻ പറ്റാത്തേ? എൻ്റെ ഫോക്കൽ ലെങ്ത് ശരിയല്ല. എവിടെ എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു കണ്ണാടി കടയിൽ പോയിട്ട് എൻ്റെ ഫോക്കൽ ലെങ്തിനനുസരിച്ച് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പെക്സ് വാങ്ങിച്ച്, എൻ്റെ പവറിനനുസരിച്ച് ഒരു സ്പെക്സ് വാങ്ങിച്ച് ഇടുമ്പോൾ എനിക്ക് വ്യക്തത വരും. എനിക്ക് അവൻ്റെ വലിപ്പം അളക്കാൻ കഴിയും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നീ പിന്നെ കാണുന്ന വിശ്വാസത്തിൻ്റെ സ്പെക്സിലൂടെയാണ്. വിശ്വാസത്തിൻ്റെ സ്പെക്സിലൂടെ കാണുമ്പോൾ ഒരു മിനിറ്റ് വിശ്വാസത്തിൻ്റെ സ്പെക്സിലൂടെ ഇതിനെ കാണുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവം പ്രശ്നങ്ങളെ നോക്കുന്ന അതേ കണ്ണിൽ നിനക്ക് നോക്കാൻ കഴിയും. ദൈവം പർവ്വതങ്ങളെ നോക്കുന്ന അതേ കണ്ണിൽ നിനക്ക് നോക്കാൻ കഴിയും. ഇന്ന് ആരുടെയൊക്കെ സ്പെക്സ് മാറുന്നല്ലോ. എനിക്കിവിടെ കാണാം ഒരു ദൂത ചിലരെ കണ്ണാടികളെ മാറ്റുന്നത് പോലെ ചിലതിന്റെ സ്പെക്സിനെ ദൈവം മാറ്റുകയാണ്. ഫോക്കൽ എന്താ ജസ്റ്റ് ആകട്ടെ, ഫോക്കൽ എന്താ ജസ്റ്റ് ആകിയാണ്. നീ കണ്ടതിന്റെ കുഴപ്പം, നിന്റെ ഫോക്കൽ എന്ത് കറക്റ്റ് അല്ലാത്തതിന്റെ കുഴപ്പമോ? ഇതൊന്നും പർവ്വതങ്ങളല്ലായിരുന്നു മോളെ, ഇതൊന്നും വലിയ പ്രതിസന്ധികളല്ലായിരുന്നു. നീ നോക്കിയ കാഴ്ചയുടെ കുഴപ്പമാണ്, നീ നോക്കിയ ഫോക്കൽ എന്തിന്റെ കുഴപ്പമാണ്. ഇന്ന് എൻ്റെ പ്രസംഗം നിന്റെ പ്രശ്നം മാറ്റൂന്നല്ല, നിന്റെ പർവ്വതത്തെ എടുത്തു കളയൂന്നല്ല. നിന്റെ പർവ്വതത്തിൻ്റെ യഥാർത്ഥമായ വലിപ്പം ദൈവം കാണിച്ചു തരും. അത് വലിപ്പമുള്ളതല്ല എന്ന് ദൈവം ഈ സീസണിൽ തെളിയിക്കും. അതൊരു വെല്ലുവിളി ആയിരുന്നില്ല എന്ന് ദൈവം തെളിയിക്കും. ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ് വീണ്ടും. 15 ദിവസം എഴുതിയിട്ടോ, 15 ദിവസത്തിനകം ചിലതിന്റെ ജീവിതം മാറുമെന്ന് പ്രവചിക്കാൻ. ഇതാരെ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതാരുടെ മേലേക്ക് ഈ ദൂത് വീഴുന്നല്ലോ, ഈ ദൂത് വീഴുന്നല്ലോ. 15 ദിവസം ആരാ പറഞ്ഞ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന്? ആരാ പറഞ്ഞ നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്? ചോദ്യം മാറ്റ്. എന്റെ ദൈവത്താൽ കഴിയുമോ? എന്റെ ദൈവത്താൽ കഴിയുമോ? ചോദ്യം മാറ്റ്. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ. ഹേയ് ഹേയ് രാമസെ കായില. തലപൊക്കി നോക്കിയ പർവ്വതങ്ങളെ നീ തല കുനിച്ചു നോക്കും. തലപൊക്കി നോക്കിയ പർവ്വതത്തെ നീ തല കുനിച്ചു നോക്കും. എഴുതിയിട്ടോ, ജൂൺ മാസം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. തലപൊക്കി നോക്കിയ പർവ്വതങ്ങൾ. ഓ, ഇത് തീയാണല്ലോ, ഇത് തീയാ.
ഈ ദൂത് പിടിച്ചോണ്ട് പോകണം. ഈ ദൂതിനെ എടുത്തോണ്ട് പോകണം. നീ നിന്റെ ഭവനത്തിനകത്ത് കയറുമ്പോൾ ഇത്ര നാൾ നീ തല പൊക്കി നോക്കിയതിനെ നീ തല കുറിച്ച് നോക്കണം. കടവാര ഒരു പർവ്വത മോനെ, നിസ്പെക്സ് മാറ്റിയാ മതി. ഈ രോഗം ഒരു പർവ്വത, സ്പെക്സ് മാറ്റിയാ മതി. നിന്റെ സ്പെക്സ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് കാണുന്നത് അസാധ്യങ്ങളാണ്. നീ സ്പെക്സ് മാറ്റിയാൽ മതി, നിന്റെ കണ്ണാടി മാറ്റിയാൽ മതി, നിന്റെ ലെൻസ് മാറ്റിയാൽ മതി. ലെൻസ് മാറ്റുമ്പോൾ നിനക്ക് അസാധ്യങ്ങൾ നിന്റെ മുൻപിൽ കാണില്ല, സാധ്യതകൾ മാത്രമേ നിന്റെ കണ്ണിൽ കാണുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മുൻപിൽ സാധ്യതകൾ തുറന്നു വരികയാണ്. സാധ്യതകൾ തുറന്നു വരട്ടെ. ഈ ജൂൺ മാസം 8-ാം തീയതി ഞാൻ ആവർത്തിച്ച് പ്രവചിക്കുന്നു, സാധ്യതകൾ കാണുന്ന കണ്ണുകൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യേശു ലാസറിന്റെ ഭവനത്തിൽ പോയി ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചു. ഞാനായിരുന്നെങ്കിൽ അവിടെ പോയിട്ട് ഒരു അനുശോചന വാക്കും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാനെ, പൊതിയും തിന്നിട്ട് ഇറങ്ങിയാനെ. ഞാൻ കാണുന്നത് അങ്ങനെയാ കാഴ്ച. ഈ സിറ്റുവേഷന്, ഈ സാഹചര്യങ്ങളെ ഞാൻ കാണുന്നത് അങ്ങനെയാ. ഇനിയൊരു സാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് കഴിയുന്ന എന്താ, ആ വീട്ടിൽ പോകാൻ കഴിയും, 1-2 വാക്ക് പറയാൻ കഴിയും, സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ കഴിയും, പറ്റുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 2-3 കസേരയൊക്കെ എടുത്തിട്ട് അവരെ സഹായിച്ച് ഞാൻ തിരിച്ചു വരും. കാരണം ഈ സാഹചര്യങ്ങൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണാൻ കഴിയും. പക്ഷെ യേശു ഭവനത്തിനകത്ത് കയറിയപ്പോൾ അവൻ കണ്ടത് കസേര എടുക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നുമല്ല. അവൻ കണ്ടത് ജീവന്. ഇത് പുറത്തു വരും. അവൻ കണ്ട സാധ്യതയാണ്. അവൻ കണ്ടത്. ഇത് പറയുമ്പോൾ അഭിഷേകം ചലിക്കുന്നത് എനിക്കറിയാം. നിന്റെ മുമ്പിലെ പ്രശ്നങ്ങളുടെ ഇടയിൽ സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിന്റെ ഈ പർവ്വതത്തിന്റെ ഇടയിൽ ഒരു വഴി ഒളിഞ്ഞു കിടപ്പുണ്ട്. നിന്റെ പ്രശ്നത്തിന്റെ വഴി, നിന്റെ പ്രശ്നത്തിന്റെ സാധ്യത വേറൊരിടത്തല്ല, നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതത്തിൽ തന്നെയാണ്. ഈ പർവ്വതത്തിനകത്ത് തന്നെയുണ്ട് നിന്റെ സാധ്യതകൾ. ഇന്ന് എനിക്കറിയാം, ഇതുവരെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടാത്ത സാധ്യതകൾ ഈ ജൂൺ മാസം വെളിപ്പെടുന്നു. ഇതുവരെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത, ഇതുവരെ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത സാധ്യതകൾ. ഇത് പിടിക്കുന്നല്ലോ. ഇത് ഈ ദൂത ചിലതിനെ ചേർത്ത് പിടിക്കുന്നല്ലോ, കെട്ടിപ്പിടിക്കുന്നല്ലോ. നീ അവിടെ ഇവിടെ നോക്കണ്ട. ഈ ജൂൺ മാസം വെളിപ്പെടാൻ പോകുന്നത് നിന്റെ മുൻപ് ഉയർന്നു നിന്ന വെല്ലുവിളികൾക്കിടയിൽ തന്നെ, ഈ പർവ്വതത്തിന്റെ ഇടയിൽ തന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഉണ്ട് സാധ്യത. ഇന്ന് നിന്റെ വിഷൻ മാറുകയാണ്, നിന്റെ കാഴ്ച മാറുകയാണ്, നീ നോക്കിക്കാണുന്ന നിന്റെ നോട്ടം മാറുകയാണ്.
എനിക്കറിയാം ഈ ദൂത് ചിലതിനെ വാരി പുണരുന്നത് ഞാൻ കാണുന്നു, ചിലതിനെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ കാണുന്നു. സാധ്യതകൾ വെളിപ്പെടുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. സാധ്യതകൾ സാധ്യതകൾ, ഇതുവരെ വെളിപ്പെടാത്ത സാധ്യതകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധ്യതകൾ, ഇതുവരെ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത സാധ്യതകൾ. നിന്റെ കണ്ണിന് മുമ്പ് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുക. ഈ സീസണിൽ വെളിപ്പെടാൻ പോകുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു വഴി, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധ്യത നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരിക. വെളിപ്പെടുന്നല്ലോ ചിലരുടെ ലൈഫിൽ, അത് വെളിപ്പെടുന്നല്ലോ ചിലരുടെ ലൈഫിൽ. ആ സാധ്യതയുടെ വഴി തുറക്കുന്നു. വിടുകയാ. നിന്റെ മുമ്പിൽ വഴിയടഞ്ഞെന്ന് ആരാ പറഞ്ഞേ? നിന്റെ മുൻപ് വഴിയിലെന്ന് ആരാ പറഞ്ഞേ? വഴി ഉണ്ടടാ, പക്ഷെ നീ ഇതുവരെ കണ്ടിട്ടില്ല, നിന്റെ കണ്ണി പെട്ടിട്ടില്ല. വിശ്വസിക്ക്. ജൂൺ മാസം ചില പർവ്വതത്തിന്റെ ഇടയിലൂടെ വിശാലമായ സാധ്യതകൾ ഒഴുകി. Lakaila Santaila Labraka Santaila. Sharibas Sharigal Tanamakanda Namakanda. എനിക്ക് മനസ്സിലായി. വിശ്വാസം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, വിശ്വാസം ഉപയോഗിക്കുന്നതിന് മുമ്പ് എൻ്റെ നോട്ടം മാറ്റണം. ഞാൻ നോക്കുന്ന രീതി മാറ്റണം. പ്രശ്നം എൻ്റെ നോക്കുന്ന രീതിയിലാണ്. അവിടെ എൻ്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ വിശ്വാസം ബലഹീനമായി പോകുന്നത്. ലാസറിന്റെ ഭവനത്തിൽ അവിടെ കയറി ഇറങ്ങിയ എല്ലാ യഹൂദന്മാരും കണ്ടത് അസാധ്യമാണ്, ഒരിക്കലും നടക്കത്തില്ല. ഇനിയിപ്പം അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവിടെ ചെന്നിട്ട് ഒരിക്കലും ഒരു യഹൂദനും അവരെ ആശ്വസിപ്പിക്കാൻ വന്ന ആരും ലാസറിന്റെ കല്ലറ ചോദിച്ചില്ല. അവിടെ പോയിട്ട് ലാസറെ ഉയർത്തു വരാൻ പറയാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം അവരുടെ കണ്ണിൽ കണ്ടത് സാധ്യതകളല്ല, അസാധ്യമാണ്. ഒരിക്കലും കഴിയില്ല. ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ടെന്താ? പക്ഷെ യേശു കാര്യങ്ങളെ നോക്കിക്കാണുന്നത് വേറൊരു കണ്ണില. ലാസർ അതുവരെ ഉപയോഗിച്ച എല്ലാ വസ്ത്രങ്ങളും ഇനി ഇതെല്ലാം കത്തിച്ച് കളയാന്ന് പറഞ്ഞ സൈഡിൽ കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലമാരെ കയറ്റി മടക്കി വെച്ചിട്ടുണ്ടാവും. ഇനി ഇതിടാൻ ആളില്ലല്ലോ. യേശു കണ്ടത് അതല്ല കേട്ടോ. ഇനി എല്ലാം മതി, തീർന്നു എന്നും പറഞ്ഞ് മടക്കി പാക്ക് ചെയ്ത് വെച്ച
ഭവനത്തിനകത്ത് എല്ലാവരും കയറിയപ്പോൾ ഈ പാക്കിംഗ് കണ്ടേ, എല്ലാവരും കയറിയപ്പോൾ ഈ ഫുൾ സ്റ്റോപ്പാ കണ്ടേ. യേശു കയറിയപ്പോൾ ഇല്ല, സാധ്യതകളുണ്ട്. യേശുവിനെ അത് ഭവനത്തിനകത്ത് കയറിയപ്പോൾ മരണ വീട് കോമഡി ആയിട്ട് തോന്നിക്കാണും. കാരണം എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുക. എല്ലാവരുടെയും കാഴ്ചയിൽ തീർന്നു, ഇനിയും അസ്തമിച്ചു, ഇനി ഒന്നും ഇല്ല എന്ന് കരുതി. യേശു പറയില്ല, തീർന്നിട്ടില്ല. എൻ്റെ കണ്ണിൽ തീർന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എനിക്ക് ഈ വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്കൊരു അനുശോചന വാക്ക് പറഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഈ ഭവനത്തിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നത് ലാസർ ഇവിടെ ഇരിക്കുന്നതും ഭക്ഷിക്കുന്നതും കഴിക്കുന്നതും വസ്ത്രങ്ങൾ ധരിക്കുന്നതുമാ. എനിക്ക് കാണാൻ കഴിയുന്നത് കാഴ്ച വേറെയാണ്. ഇന്ന് നിന്റെ മുൻപിലെ പ്രതിസന്ധിയുടെ മുമ്പ് നിന്റെ സ്പെക്സ് മാറ്റിയാൽ മതി. നിന്റെ പ്രതിസന്ധി നീ ജയിച്ചതായിട്ട് കാണ്. ഈ നിന്റെ പ്രതിസന്ധി നീ പർവ്വതത്തെ മറികടന്നതായിട്ട് കാണ്. ഇതിന്റെ സാധ്യതകൾ നിന്റെ കണ്ണിൽ വെളിപ്പെടട്ടെ. സാധ്യതകൾ വെളിപ്പെടണം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്നോടാണ് ശിഷ്യന്മാർ വന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ പറയും, അവരെ എഴുന്നേപ്പിച്ച് വീട്ടിൽ വിടും, എന്തെങ്കിലും പോയി കഴിക്കട്ടെ, പഴങ്ങഞ്ഞെങ്കിലും കിട്ടും. അല്ലെ ഞാൻ സൊമാറ്റോ ആപ്പ് ഡൗൺലോഡ് ചെയ്തേനെ. ഇതേ കൊള്ളുന്ന എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്ക് എൻ്റെ സ്പെക്സിനകത്ത് ഇതേ കാണും. എൻ്റെ സ്പെക്സിനകത്ത് സൊമാറ്റോ കാണും. എൻ്റെ കണ്ണിലെ സാധ്യതകൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ മുമ്പിൽ 5 അപ്പം കൊണ്ടുവന്ന എനിക്ക് 5 അപ്പമായിട്ടേ കാണാൻ കഴിയൂ. പക്ഷെ യേശു നോക്കിയപ്പോൾ 5 അല്ല, 5000 പേർക്ക് കഴിക്കാനുള്ള അപ്പമാണ് അവന്റെ കണ്ണിൽ കണ്ടേ. ഇവിടെയാണ് നിങ്ങൾ വിശ്വാസത്തിന്റെ സ്പെക്സ് വെക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കൽ നിന്ന് മാറുന്നു. ഞാൻ പറഞ്ഞേ, വിശ്വാസത്തിന്റെ സ്പെക്സ് എടുത്ത് വെച്ചാൽ മതി. ഈ ചോദ്യം ചോദിക്കണം, എന്റെ ദൈവത്താൽ കഴിയുമോ? അപ്പോൾ തന്നെ നിന്റെ മുൻപിൽ സാധ്യതകൾ തുറന്നു വരും. ഇതുവരെ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത വഴികൾ തുറന്നു വരും. പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം തന്നെ, ഈ ഞാൻ പ്രാർത്ഥിച്ച ശരിയാവൂ? ഞാൻ പ്രാർത്ഥിച്ച വേറെ ഏതെങ്കിലും അഭിഷക്തന്മാരുടെ അടുത്ത് കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കുന്നത് ഇത് ചിലർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മൾ ചെയ്താൽ ശരിയാവത്തില്ല. ഞാൻ പലപ്പോഴും ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മുൻപിൽ എൻ്റെ അകത്തൊക്കെ ടെൻഷനാ. ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവോ? കർത്താവ് പറഞ്ഞ് സ്പെക്സ് ഒന്ന് മാറ്റിയാൽ മതി, ഈ ചോദ്യം ഒന്ന് മാറ്റിയാൽ മതി. എൻ്റെ ദൈവത്തിന് ക്യാൻസറിനെ സൗഖ്യമാക്കാൻ കഴിയുമോ? ദൈവത്തിന് കഴിയുമെങ്കിൽ എനിക്കും കഴിയും. സ്പെക്സ് മാറ്റിയാൽ മതി. സ്പെക്സ് മാറ്റിയ ക്യാൻസർ പേഷ്യന്റ് സൗഖ്യത്തോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ഓ, നിന്റെ കടഭാരം മാറുന്നത് നിനക്ക് കാണാൻ കഴിയും. നിന്റെ വിവാഹം നടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് നിനക്ക് കാണാൻ കഴിയും. നിനക്ക് സ്വന്തമായി ഭവനം ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ഓ, ഇത് എനിക്കറിയാം. ചിലതിനെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ജൂൺ മാസം ഇങ്ങനെ തട്ടിക്കുടഞ്ഞ ചിലതിന്റെ മേൽ ദൈവം അനുഗ്രഹം ഇങ്ങനെ തട്ടിക്കുടഞ്ഞിട. സാധ്യതകൾ കാണാം. നീ അടുത്ത ചോദ്യം, ദൈവം ഇത് ചെയ്യുവോ? യേശുവിന്റെ മുൻപിൽ ആവശ്യവുമായി വന്ന ഒരാളോടും യേശു നോ പറഞ്ഞിട്ടില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഉത്തരം നിനക്ക് വേണ്ടി ചെയ്യും. പലരും പറയുന്ന പദമാണ്, ഞാൻ പാവിയാണ് കർത്താവേ. എന്നെ പോലൊരു പാവിയിലൂടെ ഇത് നടക്കുമോ, ചെയ്യുമോ? ഞാൻ പ്രാർത്ഥിച്ച സൗഖ്യമാകുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമോ? ഞാൻ പ്രാർത്ഥിച്ച മരിച്ചവർ ഉയർക്കുമോ? പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ 8-ാം അധ്യായം 32 പറയുന്നൊരു വാക്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവൻ
എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്നെ അനുഗ്രഹിക്കാതിരിക്കുവോ? നിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരാതിരിക്കുവോ? അപ്പം പൗലോസ് പറഞ്ഞത് പിതാവായ ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റാണ് പാപികളായ നമുക്ക് തന്നത്. ആണോ? നിന്റെ മേൽ അത്ഭുതം വെളിപ്പെടുന്ന റീസൺ നീ യേശുവിനെ സ്നേഹിക്കുന്നതല്ല, നീ ദൈവത്തെ സ്നേഹിക്കുന്നതല്ല, അവൻ നിന്നെ സ്നേഹിക്കുന്നതാ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ക്രെഡിബിലിറ്റി അല്ല നിന്റെ മേൽ അത്ഭുതം വെളിപ്പെടുന്നത്, നിന്നിലൂടെ അത്ഭുതം വെളിപ്പെടുന്നത്, വിശ്വാസത്തിൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ പുറത്തു വരുന്ന നിന്റെ ക്രെഡിബിലിറ്റി അല്ല. അവന്റെ ബെസ്റ്റായത് നമുക്ക് ഏൽപ്പിച്ച്, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ, നമുക്കൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തപ്പോൾ തന്നെ തന്നെങ്കിൽ, നമ്മുടെ വിശ്വാസം ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ല, അവൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാ. അവന്റെ സ്നേഹം അത്രമാത്രം വലുതായതുകൊണ്ടാ. ചോദ്യം മാറ്റിയാൽ മതി, എൻ്റെ ദൈവത്താൽ കഴിയുമോ? എൻ്റെ ദൈവത്താൽ പറ്റുമോ? മുമ്പ് നിൽക്കുന്ന പ്രതിസന്ധി വെല്ലുവിളികളെ നോക്കി ഇതേ ചോദ്യം ചോദിക്കണം, എൻ്റെ ദൈവത്താൽ കഴിയുമോ? പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിച്ചേ. ഇന്നെനിക്കറിയാം, ഇതുവരെ നിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലത് വെളിപ്പെട്ട് വരും. 100% അടിവരയിട്ട് ഞാൻ തരാം. ഇതുവരെ നിന്റെ മുൻപിൽ കണ്ടിട്ടില്ലാത്ത ചിലത് കാണും. ഇതുവരെ നിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില വഴികൾ തുറന്നു വരുന്നു. മോശെ അകത്ത് ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് അകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുക. കാരണം അവന് ഇവിടെ സാധ്യതകൾ കാണാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ ചെങ്കടൽ പിളർന്നതായിട്ട് കണ്ടിട്ടില്ല. അവൻ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. മോശെ, നീ നിന്റെ ദൈവത്തെ കൊച്ചാക്കല്ല കേട്ടോ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വഴി ഇതിനകത്ത് തുറന്നു വരും. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു NH ഇതിനകത്ത് തുറന്നു വരാൻ കഴിയും. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധ്യത തുറക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആരുടെക്ക് മുൻപിൽ വെല്ലുവിളിച്ച് ഉയർന്നു നിൽക്കുന്ന ചില ചെങ്കളുടെ നടുവിലൂടെ തന്നെ ഷോർട്ട് കട്ട്, ഇനി നീ ചുറ്റണ്ട, ചെങ്കടലിനെ ചുറ്റി വലയം വെച്ച് പോകണ്ട, ഇതിന്റെ ഇടയിലൂടെ തന്നെ എനിക്ക് വഴിയൊരുക്കാൻ കഴിയും. അസാധ്യമെന്ന് പറഞ്ഞ് നിന്റെ ദൈവത്തെ നീ കൊച്ചാക്കല്ലേ. ഇന്ന് ദൈവം കാണുന്നത് പോലെ, ചെങ്കടലിനെ ദൈവം കാണുന്നത് പോലെ കണ്ടാൽ, ഇതുവരെ നിന്റെ കണ്ണിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത വഴി നിന്റെ കണ്ണിൽ വെളിപ്പെട്ട് വരികയാ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ, കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവത്താൽ ഇത് കഴിയുമോ? ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ പർവ്വതം നിന്റെ മുഖത്ത് വരണം, നിന്റെ ഓർമ്മയിൽ വരണം, നിന്റെ അകത്ത് വരണം, നിന്റെ കണ്ണുകളിൽ വരണം. നിമിഷ നേരം കൊണ്ടത് വെറും വലിപ്പമില്ലാതായി മാറുന്ന കാഴ്ച നിനക്ക് കാണാൻ കഴിയും. ഞാൻ വീണ്ടും ആവർത്തിക്കാം, നീ തല പൊക്കി നോക്കിയത് തല കുനിഞ്ഞു നോക്കും. നീ തല പൊക്കി നോക്കി ചിലതുണ്ടല്ലോ, അതിനപ്പുറം എന്താണെന്ന് കാണാൻ കഴിയാതെ നിന്റെ കാഴ്ചയെ മറച്ച ചില പർവ്വതങ്ങളുണ്ടല്ലോ. വലിപ്പമില്ലാതായി മാറുക കേട്ടോ. വലിപ്പമില്ലാതായി മാറുക. എനിക്കറിയത്തില്ല ആരുടെയൊക്കെ അകത്ത് ശുശ്രൂഷയുടെ രീതികൾ മാറുന്നു പറയാൻ പറയുന്നു. ഇതുവരെ നിന്റെ ലൈഫിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലത് വെളിപ്പെടുന്നു പറയാൻ പറയുന്നു.
ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ കണ്ടിട്ടില്ലാത്തൊരു സാധ്യത നിന്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു മനുഷ്യന് കണ്ടിട്ടില്ലാത്തൊരു അത്ഭുത വീരം നിന്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു മനുഷ്യന് കണ്ടിട്ടില്ലാത്ത ചിലരുടെ ചരിത്രം മാറുമെന്ന് പറയുന്നു. ചിലർ നിന്റെ ചരിത്രം മാറുന്നത് പോലെ ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് എനിക്ക് കാണാം. ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് എനിക്ക് കാണാം. അവർ ചോദിക്കേണ്ട ചോദ്യം എന്നെ കൊണ്ട് പറ്റുമോ എന്നല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമോ? ക്യാൻസറിനെ സൗഖ്യമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമോ? അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീരപ്രവർത്തികളുടെയും പരമ്പരയെ തുറന്നുവിടുന്ന തലമുറയുടെ